ചേട്ടാ ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറയുമ്പോഴും ഒന്നോ രണ്ടോ പേരെയൊക്കെ ഞാൻ ഉദ്ദേശിച്ചു. പക്ഷേ അവർ 10 പേരുണ്ടായിരുന്നു. എല്ലാവരും കസിൻസ്. ആ വാക്കിൻ്റെ അർത്ഥം നമുക്കത്ര പറഞ്ഞങ്ങോട്ട് വ്യാഖ്യാനിക്കാൻ പറ്റുന്നതല്ല. എല്ലാവരും വ്യത്യസ്ത ജോലി മേഖലയിലുള്ളവർ. പക്ഷേ അവരുടെ കൂട്ടത്തിലൊരു കർഷകനുണ്ട്. അവനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കൂടെ വന്നത്. ചെറുപ്പം മുതലേ ചെടികളോട് വലിയ ഇഷ്ടമായിരുന്നു. +2 ഒക്കെ പഠിക്കുമ്പോഴാണ് ആൻ്റണിക്ക് ചെടികളും മണ്ണുമാണ് ഏറ്റവും ഇഷ്ടമെന്ന് എല്ലാവരും തിരിച്ചറിയുന്നത്. ഈ പറയുന്ന സുഹൃത്തുക്കളും അധ്യാപകരും കസിൻസും ആരും അവനോട് വേറെ പഠിക്കടാ എന്ന് പറഞ്ഞില്ല. മറിച്ച് ആൻ്റണി നീ ചെടികളെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ പറഞ്ഞു. ഡിഗ്രിക്ക് പഠിക്കാൻ തുടങ്ങിയപ്പോഴേക്കും കോളേജിലെ ഗാർഡൻ അവന് തന്നെ വിട്ടുകൊടുത്തു. അങ്ങനെ 3 വർഷത്തെ കോളേജ് ഈ വർഷം കൊണ്ട് തീരുക. അപ്പോഴേക്കും ലോകം മുഴുവൻ അറിയപ്പെടാൻ പോകുന്ന വലിയൊരു ചെടി കർഷകനായിട്ട് പ്രിയമുള്ളവരെ നമ്മുടെ ആൻ്റണി മാറിക്കൊണ്ടിരിക്കുക. ഈ കൊച്ചു കർഷകൻ്റെ വീട് കണ്ണൂർ ജില്ലയിലെ എടൂരാണ്. സംസാരിക്കുന്നതിനിടയ്ക്ക് അവർ പറഞ്ഞു, ചേട്ടാ ഒത്തിരി സ്ട്രഗിളിലൂടെ വളർന്നു വന്ന നല്ലൊരു ചെറുപ്പക്കാരനാണ്. ഇങ്ങനെ പറയുന്നത് കേട്ടു. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പം ആൻ്റണിയുടെ പപ്പ മരിച്ചു പോയതാണ്. പിന്നെ വീടിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും അതോടൊപ്പം ഒരുപാട് പേർ അവരെ സപ്പോർട്ട് ചെയ്യുകയും ചേർത്ത് പിടിക്കുകയും ചെയ്തുകൊണ്ടാണ് ആൻ്റണി ഇത്തരത്തിലേക്ക് ഒരു നല്ല മനുഷ്യനായിട്ട് ഇങ്ങനെ രൂപപ്പെട്ട് വന്നത്. കുറേ ആൾക്കാർ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിലും ഈ പിള്ളേരെ ഞങ്ങൾ മറക്കുകയില്ല. കാരണം അവർ ഭയങ്കര സിമ്പിളായിട്ടായിരുന്നു നമ്മളോട് ഇടപെട്ടത്. ഓർക്കണം, 21-22 വയസ്സേ ആയിട്ടുള്ളൂ. ഇന്ന് ആൻ്റണിയുടെ കരങ്ങളിലൂടെ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തേക്കും ചെടികൾ എങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്കിപ്പം കൂടുതൽ ഓർഡർ വരുന്നത് കേരളത്തിൻ്റെ പുറത്തുനിന്ന് തന്നെയാണ്. ചെടികളുടെ നടുക്ക് ആൻ്റണി ഇരുന്നപ്പോഴേക്കും എല്ലാവരും വന്നങ്ങ് ഒപ്പം ഇരുന്നു. തിരക്കിനിടയ്ക്ക് ബന്ധങ്ങളൊക്കെ അറ്റുപോകുന്നുണ്ടല്ലോ നമ്മളോട് പറയാൻ തുടങ്ങുന്ന കാലത്താണ് രക്തബന്ധം അതിൻ്റെ തനി സ്വഭാവം കാണിക്കുന്നത്. ആൻ്റണി നീ ക്ലിക്കാവും. കാരണം ഇത് നിൻ്റെ പാഷൻ തന്നെയാണ്. ഞാൻ ഉറപ്പ് പറയാം, ഈ ചെറിയ പ്രായത്തിൽ ഇലകളെയും മണ്ണിനെയും നീ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാനടങ്ങുന്ന സമൂഹം നിൻ്റെ ഒപ്പമുണ്ട്. ആൻ്റണിയുടെ വീട് കണ്ണൂർ ജില്ലയിലെ എടൂരാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്ന് ചെടികൾ ആവശ്യപ്പെടുന്നവർക്ക് വേണ്ടി ഇവർ ഹോം ഡെലിവറി നടത്തുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് 5ഓളം ചെറുപ്പക്കാർക്ക് പാർട്ട് ടൈം ജോബ് ഇവർ കൊടുത്തേക്കുവാണിപ്പം. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ഒന്നിച്ചു നിന്നാൽ ഇതൊരു വലിയ സംരംഭമാക്കി മാറ്റാം. മാത്രമല്ല, ലോകം അറിയപ്പെടുന്ന നല്ലൊരു യുവ കർഷകനെ നമുക്കൊന്ന് ഉയർത്തിക്കൊണ്ട് വരാൻ പറ്റും. ഇതിനോട് ചേർന്ന് ലാൻഡ്സ്കേപ്പിംഗ് വർക്കുകളെല്ലാം ആൻ്റണിയും ടീമംഗങ്ങളും ചെയ്യുന്നുണ്ട്. ഗാർഡനിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ വർക്കും ആൻ്റണി സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൽ ലാൻഡ്സ്കേപ്പിംഗ് വർക്ക് വളരെ പ്രത്യേകതയുള്ളതാണ്. നമ്മുടെ നാടിന് അത്ര പരിചയമല്ലാത്ത ട്രോപ്പിക്കൽ ലാൻഡ്സ്കേപ്പിംഗ് ഇവരുടെ സ്പെഷ്യൽ തന്നെയാണ്. നമ്മളിപ്പോൾ ആൻ്റണീനെ ഒന്ന് സപ്പോർട്ട് ചെയ്താലുണ്ടല്ലോ, ഭാവിയിൽ വീട്ടമ്മമാർക്കും പഠിക്കുന്ന കുറേ മക്കൾക്കെല്ലാം പാർട്ട് ടൈമും ഫുൾ ടൈം ഒക്കെ ആയിട്ട് ഇവരുടെ കൂടെ ജോയിൻ ചെയ്യാനൊക്കെ വലിയ അവസരങ്ങളുണ്ട്. കൂടുതൽ അറിയാൻ ഈഡൻ ബോട്ടാണിക്കൽസ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാ പേജ് ഒന്ന് വിസിറ്റ് ചെയ്യണേ. ഈ ചിരിച്ചോണ്ട് നിന്നവരായിരുന്നു ആൻ്റണിയുടെ ബലം ഇതുവരെ. ഇന്ന് കഥ മാറുക. നമ്മളെല്ലാവരും ആൻ്റണിയുടെ ഒപ്പമുണ്ട്. അല്ല, ഇത്രയൊക്കെ ചെയ്യുന്ന ചെറുപ്പക്കാരൻ്റെ കൂടെ നമ്മളല്ലാതെ പിന്നെ ആരാ? ആൻ്റണി, നീ ധൈര്യമായി മുന്നോട്ട് പോകും. ഞങ്ങളുണ്ട് കൂടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.